ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണിയാണ്. പോർക്ക് ചേർത്ത കപ്പ ബിരിയാണി. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കിലോ എല്ലോട് കൂടിയ പോർക്ക് ഇറച്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കിലോ കപ്പയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇതുപോലെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കപ്പ ഏകദേശം ഒരു 90% വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതായത് കപ്പയിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. മാത്രമല്ല ബാക്കിയുള്ള 10% കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും വേണം. അതിനുശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കപ്പ നന്നായിട്ടൊന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം. അടച്ചു വെച്ച് നമുക്ക് വീണ്ടും വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം കപ്പയുടെ വേവ് അനുസരിച്ച്. ഇനി നമുക്ക് പോർക്ക് ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 കുടം വെളുത്തുള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 5-6 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഒരുപാട് സമയമൊന്നും നമ്മൾ വഴറ്റുന്നൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ ഈ സമയം തന്നെ പൊടിവർഗ്ഗങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടി മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് നമ്മുടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടിവർഗ്ഗങ്ങളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കാം. ആ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം എല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 സവോളയാണ്. അത് കനം കുറച്ച് നീളത്തിലരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 2-3 മിനിറ്റ് അതൊന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യാം. ഒരുപാടൊന്ന് സവോള വേവിച്ച് വഴറ്റിയെടുക്കുന്നില്ല നമ്മൾ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ ഇറച്ചി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലോട് കൂടിയ കഷ്ണങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം 1.5 കിലോ പോർക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മസാലയുമായി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പോർക്കും മസാലയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് കുക്കറിലിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ ഈ പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. പോർക്ക് ഇറച്ചി വേവിക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ പോർക്കിൻ്റെ ഇറച്ചിയിൽ ഒരു തരം പാരസൈറ്റ് ഉണ്ടാവും. ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ അത് നമ്മുടെ ശരീരത്തിന് കേടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോർക്കിറച്ചി തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ഞാനൊരു കുക്കറിലേക്കാണ് ഇത് മാറ്റിയിട്ടുണ്ട്. കുക്കറിൽ വെച്ചാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് ഒരല്പം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടച്ചു വെച്ച് 6 മുതൽ 8 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കണം. അതിനുശേഷം കുക്കറിലെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനത് വേവിച്ചെടുത്ത മാംസം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം അധികമുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഈ സമയം ഇതിലേക്ക് വറുത്ത് അരച്ച് ചേർക്കേണ്ടുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് തിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ സമയം ഇതിലേക്ക് നമുക്ക് മസാലകൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ മറ്റധികം മസാലകളൊന്നും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഏകദേശം ഒരു നിറം മാറി തുടങ്ങിയ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുകയാണ്. വലിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ഫെനൽ സീഡ്. ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്.
വേണമെങ്കിൽ മുളക് പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ചേർത്ത് കൊടുത്തതിൻ്റെ എരിവ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ ഏകദേശം വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ പോർക്ക് ഓൾറെഡി തിളപ്പിക്കാനായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് വെച്ചിരുന്നു. ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വറുത്തരച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം വെള്ളം കൂടെ മിക്സി കഴുകി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരല്പം ഗ്രേവി വേണം, എങ്കിലാണ് നമ്മൾ കപ്പയിട്ട് ഇളക്കുമ്പോൾ എല്ലാം കൂടെ സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരല്പം ചാറ് ഉണ്ട്. നമ്മൾ പോർക്ക് വേവിച്ചതിനകത്ത് ഒരല്പം ചാറ് വേണം. ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുകയാണ്. കപ്പ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മളിത് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് ചെറു തീയിലൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി മസാലയുമായിട്ട് സെറ്റായിട്ട് വരണം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം, കടുക് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 8-10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4-5 വത്തലമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ നിറമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ പരുവം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ കൊത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് കൂടാതെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറു തീയിലിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. പൊടിവർഗ്ഗങ്ങൾ കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ചെറു തീയിൽ തന്നെ വറുത്തെടുക്കുക. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. താളിച്ചത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. താളിച്ചെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പ ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. താളിച്ചത് ചേർത്തതിന് ശേഷം നമ്മൾ ഒരല്പം ഫ്രഷായിട്ട് അരിഞ്ഞെടുത്ത സവോളയും മല്ലിയിലയും പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഗാർണിഷിങ്ങിനും ടേസ്റ്റിനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഒരല്പം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. വീണ്ടും സെർവ് ചെയ്യുമ്പോഴും സവോളയും മല്ലിയിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം പൊടിയായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നമ്മൾ സെർവ് ചെയ്യുമ്പോഴും സവോള പൊടിയായി അരിഞ്ഞതും പച്ചമുളകും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനെടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.